സുരേഷ് ഗോപിക്ക് കേരളത്തിൽ വരുമ്പോൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ സംരക്ഷണം കൊടുത്താലിരിക്കും. എനിക്ക് തോന്നുന്ന ആവശ്യമുണ്ടെന്ന്. കാരണം സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ, രാഷ്ട്രീയക്കാരൻ, അയാൾ BJPക്കാരനായതിനു ശേഷം ഇത്രമേൽ വേട്ടയാടപ്പെട്ട മറ്റൊരു രാഷ്ട്രീയക്കാരൻ കേരളത്തില്ല. ഇല്ല. കാരണം നിരന്തരം സുരേഷ് ഗോപി എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ഇവിടെ ചില ആളുകളുടെ ചോരയങ്ങ് തിളച്ചും പൊന്തുകയാണ്. ഒരു മാധ്യമപ്രവർത്തക സുരേഷ് ഗോപി പിച്ചിയെന്നോ തൊട്ടെന്നോ ഒക്കെ പറഞ്ഞൊരു കേസ്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പുതിയ മാധ്യമ പ്രചാരണം. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ പിടിച്ചു തള്ളി. 1. 2, സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ധിക്കാരത്തോടെ പോയി. ഇത് രണ്ടുമാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടു. സുരേഷ് ഗോപി പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മന്ത്രിയാണ്, ഞാൻ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല നിൽക്കുന്നത്. അതിന് ചോദിക്കൂ, അതിന് ഞാൻ മറുപടി പറയാം. നിങ്ങളുടെ തീറ്റ ഇതായിരിക്കും, പക്ഷേ എൻ്റെ പണി ഇതല്ല. ഇപ്പോൾ എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് സുരേഷ് ഗോപി പറയുന്നു. മഹാപരാധമായിപ്പോയി. എന്നാൽ ഇതേ കാര്യം ഗണേശൻ എന്നുള്ള മന്ത്രി പറയുന്നു. അതിൻ്റെ വീഡിയോ ഇപ്പോൾ ലഭ്യമാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന KSRTCയുടെ കാര്യങ്ങൾ പറയാനാണ്. KSRTCയുടെ കാര്യങ്ങൾ ചോദിക്കൂ, അത് വേണേൽ പറയാം, മറ്റത് പറയാൻ എനിക്ക് സൗകര്യമില്ല. സാംസ്കാരിക. അപ്പോൾ ഗണേശന് കുഴപ്പമില്ല, സുരേഷ് ഗോപിക്കാണ് കുഴപ്പം. KUWJ എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ സംഘടന സുരേഷ് ഗോപിക്കെതിരെ പ്രമേയവും പാസ്സാക്കി, അഭിപ്രായവും പറഞ്ഞു സുരേഷ് ഗോപി ചെയ്ത് ശരിയല്ലാന്ന്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു തോന്നൽ, ദില്ലിയിൽ കേരള ഹൗസിൽ ഒരു പത്രസമ്മേളനം കഴിഞ്ഞിട്ട് തൗഫീഖ് ആലം എന്ന് പറയുന്ന മീഡിയ വണ്ണിൻ്റെ ഒരു റിപ്പോർട്ടർ, അയാൾ സുരേഷ് ഗോപി പോകുമ്പോൾ പിന്നിൽ നിന്ന് കോക്കറി കാണിക്കുകയും കത്തി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള റാങ്കിങ് കാണിക്കുകയും ചെയ്തു. അത് വലിയ വിവാദമായപ്പോൾ ഈ തൗഫീഖ് ആലം ഞാൻ ചെയ്തത് സന്ദർഭത്തിന് നിരക്കാത്തതും എൻ്റെ മാധ്യമ സ്ഥാപനത്തിൻ്റെ നയമല്ലാത്തതുമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വാറോല എഴുതി ഫേസ്ബുക്കിലിട്ടു. പക്ഷേ അന്ന് KUWJക്ക് ഉത്തരവാദിത്തമില്ലേ? KUWJയുടെ, ഞാൻ സ്വയം വിമർശനപരമായി പറയുകയാണ്, ഞാൻ KUWJയുടെ അഭിമാനിയായ ഒരു മെമ്പറാണ്. പക്ഷേ എൻ്റെ സംഘടനയിൽപ്പെട്ട ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവിനോട്, ഒരു മന്ത്രിയോട്, കേന്ദ്രമന്ത്രിയോട് അപമര്യാദയായി പെരുമാറിയത് മാധ്യമ സംസ്കാരത്തിന് നിരക്കുന്നതല്ല എന്നാണ് മാധ്യമപ്രവർത്തകരായ സാറിൻ്റെയും എൻ്റെയും അഭിപ്രായമെന്ന് എനിക്കറിയാം. അപ്പോഴും KUWJ ഇടപെടണമായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്നവർ ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയാണെന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരും കരുതുന്നുണ്ടെങ്കിൽ അത് മാധ്യമപ്രവർത്തനമല്ല. അത് സുരേഷ് ഗോപിയോട് അന്ന് 2 തവണ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ കണ്ടിരുന്നു. ആദ്യം അദ്ദേഹത്തിനെ പറ്റിയിട്ട് അഭിപ്രായം അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞതാണ്. രണ്ടാമതും അദ്ദേഹത്തിന് ഒരു വേട്ടയാടുന്നത് പോലെയാണ് എന്തെങ്കിലും പറയിപ്പിക്കുക ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധ്യമങ്ങൾക്ക് ഇത് മുഴുവൻ ഇടിച്ചു പൊളിച്ച് താഴെ ഇടണം എന്നുള്ളൊരു മട്ടാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവരോട് ശോഭിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഈ വഴി എൻ്റെ അവകാശമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അല്ല, മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രിവിലേജസ് ഒന്നുമില്ല, ഒരു പ്രിവിലേജും ഇല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും കിട്ടിയിട്ടുള്ള അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. പക്ഷേ മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുന്നത് സുരേഷ് ഗോപിക്ക് ഒരു മാനദണ്ഡം. സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന പോലെ മമ്മൂട്ടിയോട് ചോദിക്കത്തില്ല. അതായത് ഒരു പത്രസമ്മേളനത്തിൽ മമ്മൂട്ടിയോട് സംസാരിക്കുമ്പോൾ അതിവിനയം, ഭവ്യത, ഇതൊക്കെയാണ്. സുനിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇവർക്ക് ചെയ്യാമായിരുന്നു. മമ്മൂട്ടി താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഊട്ടിയിൽ ഏതോ ഷൂട്ടിംഗ് സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ 2-3 ഹോട്ടലുകൾ ഇവിടെയാണ് താമസിക്കുന്നത് സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടേ വ്യത്യസ്ത ഹോട്ടലുകളൊക്കെ കണ്ടു ചാനലുകളിൽ. മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് പോകാമല്ലോ ഇവർക്ക്. അല്ല, അത് ശരി. ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ, സാർ ശ്രദ്ധിച്ചേ. അതായത് മാധ്യമപ്രവർത്തകർ എല്ലാവരും ഒരേപോലെ കണ്ടവരല്ലേ. നമുക്ക് ആരോടും പ്രതിപത്തിയോ പ്രീണനമോ ഇല്ല. നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വാർത്തയുടെ സോഴ്സിനെ ഒരേപോലെ സമീപിക്കണം. സുരേഷ് ഗോപിയെ കണ്ടാൽ കുതിര കയറും, മമ്മൂട്ടിയെ കണ്ടാൽ ഭയഭക്തി ബഹുമാനത്തോടെ സംസാരിക്കും. സുരേഷ് ഗോപിയെ കണ്ടാൽ കെ സുരേന്ദ്രനെ കണ്ടാൽ, അല്ലെങ്കിൽ കെ സുധാകരനെ കണ്ടാൽ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ കണ്ടാൽ മാധ്യമ സിംഹങ്ങൾ സടകുടഞ്ഞെണീക്കും. പിണറായി വിജയൻ്റെ മുന്നിൽ പൂച്ച പോലും അല്ല, എലി പോലും അല്ലാതാവും. അപ്പോൾ ഇങ്ങനെ മാധ്യമപ്രവർത്തകർ പല വേഷം, പല സന്ദർഭങ്ങളിൽ, പല താളത്തിൽ കൊട്ടുന്നവരും കെട്ടുന്നവരുമാണ്. അതൊരു മാധ്യമ സംസ്കാരമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വയം വിമർശനപരമായി ഞാൻ ഉൾപ്പെടുന്ന KUWJ സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ തൗഫീഖ് ആലം ചെയ്തത്
KUWJയും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നമ്മുടെ കാലത്തുള്ളവരും നമ്മുടെ കാലത്തിന് മുമ്പുണ്ടായിരുന്നവരും പുലർത്തിയിരുന്ന മഹിതമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ല എന്നുകൂടി പറയണ്ടേ? KUWJയും KUWJ വിമർശിക്കരുത്. അതുപോലത്തെ സംഘടനകൾ, പിന്നെ ഈ മീഡിയ അക്കാഡമി, ഇവരുടെയൊക്കെ മഹാന്മാരായ പത്രപ്രവർത്തകരെ സുനിൽ കണ്ടിട്ടില്ലേ? റാണ അയ്യൂബ്, സിദ്ദീഖ് കാപ്പൻ, ഇങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്നിട്ട് മുഖ്യ പ്രഭാഷകരാക്കുക. ഇപ്പോൾ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, എഡിറ്റർ അറ്റ് ലാർജ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ലാർജ് അടിക്കുന്ന എഡിറ്ററാണോ? എഡിറ്റർ അറ്റ് ലാർജ് RG കർ ആശുപത്രിയിലെ സംഭവത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം അവിടെ ടെലഗ്രാഫ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നിട്ടാണല്ലോ എഡിറ്റർ അറ്റ് ലാർജാക്കി തിരുവനന്തപുരത്തേക്ക് തന്നെ വിട്ടിരിക്കുന്നത്. പത്രമാണ് ഏത് ടെലഗ്രാഫോ? കൽക്കട്ട ടെലഗ്രാഫ് ഞാനുമായിട്ട് ബന്ധമില്ല. എൻ്റെ സുഹൃത്തുക്കളായിട്ട് ബന്ധമുണ്ട്. വെങ്കടേശ് രാമകൃഷ്ണനൊക്കെ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ധരിച്ചത്. അപ്പോൾ അത് ഒരു കാലത്ത് നല്ല പത്രമൊക്കെ ആയിരുന്നു. ഈ അക്ബർ ചെയ്യുന്ന കാലത്ത് നല്ല പത്രമായിരുന്നു. ഇപ്പോൾ മലയാളി പത്രാധിപർ വന്നതിൻ്റെ വിശേഷം കാണുന്നുണ്ട്. അതാണ് കാണുന്നത്. അതല്ല, അങ്ങനെ വിട്ടു, തിരുവനന്തപുരത്തോ മറ്റോ ആണ്. എന്നാലും എന്തെങ്കിലും ഒരു അഭിപ്രായം കൽക്കട്ടയിൽ പുകയുമ്പോൾ അതിനെപ്പറ്റി കൂടിയൊക്കെ പറയായിരുന്നു. പക്ഷെ ആ സെലക്റ്റീവ് ആയ ഒരു സംഭവം ഉണ്ടല്ലോ പത്രപ്രവർത്തകരുടെ, അതാണ്. അതായത് മോദിയെപ്പറ്റി ഇങ്ങനെ ഒരു ദിവസം ചെയ്ത് ടെലഗ്രാഫ് പത്രത്തിൻ്റെ അര പേജ് കുറെ മുതലകളുടെ പടാച്ചടിച്ചു വെച്ചു. അതെ അതെ, എന്ത് പത്രപ്രവർത്തനം! അത് ഭയങ്കര ഉദാത്തമായ മാധ്യമ പ്രവർത്തനമാണെന്ന്. അത് പത്രപ്രവർത്തന വ്യഭിചാരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രപ്രവർത്തനത്തിൽ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പാഠം ഈ സ്പേസ് അല്ലേ, അത് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന സ്ഥലം. കാരണം നമുക്ക് ഡിജിറ്റൽ സ്പേസ് പോലെ പത്രത്തിലില്ല. കിട്ടുന്ന അത്രയും സ്ഥലമേ ഉള്ളൂ. 52 സെൻറ്റിമീറ്റർ 8 കോളം എന്ന് പറയുന്ന സംഗതി മാത്രമേ ഉള്ളൂ. അത് മറ്റേ വായനക്കാർക്ക് ആവശ്യമുള്ള വിധത്തിലാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ എഡിറ്റർക്ക് തോന്നിയാസം അനുസരിച്ചിട്ടല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവരെ ഇൻഫോം ചെയ്യാവുന്ന വിധത്തിലായിരുന്നു ആ സ്ഥലം മുഴുവൻ ഉപയോഗിക്കേണ്ടത്. പേജ് മുതലകൾ വലുതും ചെറുതുമായിട്ടുള്ള കുറേ എണ്ണത്തിന് വരച്ചു വെച്ച് കഴിഞ്ഞാൽ അതെന്ത് പത്രപ്രവർത്തനമാണ്? അത് ഒരു കാലത്തും പത്രപ്രവർത്തനമാകാൻ പോകുന്നില്ല. അങ്ങനെയുള്ള പത്രപ്രവർത്തകർ, ലോകപ്രസിദ്ധനായ പത്രപ്രവർത്തകൻ എനിക്കിപ്പോൾ ഒരു കുറിപ്പയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എഡിറ്റർ അറ്റ് ലാർജ് മഹാനാണെന്ന് ധരിക്കുന്ന ആരാധകന്മാരും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. ഈ റാണ അയ്യൂബിന് കേസുകളിൽ പെട്ടാണല്ലോ. എന്തായാലും കള്ളപ്പണ കേസ്, NIA ഒക്കെ കയറി ഇറങ്ങുന്ന വീടുകളാണ് ഇവരുടേതൊക്കെ. ജയിലിൽ കിടന്ന ആളാണ്. അതെ. മറ്റേ സിദ്ദീഖ് കാപ്പനാണെങ്കിൽ അയാളെ പറ്റിയിട്ടുള്ള മൊഴിയുള്ളത് ചില ആളുകൾ ഉന്മൂലനം ചെയ്യാനായിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്നാണ്. ആണല്ലോ. ഇങ്ങനത്തെ ആളുകൾ എങ്ങനെയാണ് പത്രപ്രവർത്തകർ തന്നെ ആകുന്നത്? പിന്നെ പത്രപ്രവർത്തകർ എന്തിനാണ് ആക്ടിവിസ്റ്റുകളാകുന്നത്? യെസ്, അത് തന്നെയാണ്. സുരേഷ് ഗോപിക്ക് സ്വന്തം താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉചിതമായ മറുപടി പറയാം. താല്പര്യമില്ലെങ്കിൽ മറുപടി പറയാതിരിക്കാനുള്ള അവകാശമുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സുരേഷ് ഗോപിയുടെ അവകാശത്തെ മാനിക്കണം. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ കാണുമ്പോൾ MV ഗോവിന്ദൻ്റെ മുന്നിൽ പോലും പഞ്ചപുച്ഛമടക്കി നിൽക്കും മാധ്യമപ്രവർത്തകർ? എന്നാൽ പാവപ്പെട്ട സുധാകരനാണെങ്കിലോ സുധാകരനെ കൊല വിളിക്കും. ഇനി അവസാനം കണ്ടത് സിദ്ദീഖ് പത്രസമ്മേളനം നടത്തുമ്പോഴും വലിയ ചോദ്യമൊന്നും ഉണ്ടായില്ല. അതെ, സിദ്ദീഖിനോട് നമുക്ക് അംനേഷ്യ ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ 5 കൊല്ലം മുമ്പ് ഒരു ആരോപണം ഉണ്ടായിട്ടില്ലേ എന്ന് അപ്പം ചോദിക്കാമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അത് ഉണ്ടായിട്ടുണ്ട്. സിദ്ദീഖിൻ്റെ വേറെ ചില മരണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളൊന്നും പറയുന്നത് ചെറുതായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോയി നേരത്തെ. ഞാൻ പറയുന്നില്ല. നമ്മൾ സ്വയം ഒരു ആത്മനിയന്ത്രണമാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ മറുപടി പറയണോ വേണ്ടെന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്ന ആളുടെ അവകാശമാണ്. ആ അവകാശം സൗകര്യം ഉണ്ടെങ്കിൽ പറയും. സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ മാത്രമല്ല, ഒരു കേന്ദ്രമന്ത്രിയും ഒരു സംസ്ഥാന മന്ത്രി എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല, നിങ്ങൾ KSRTCയെക്കുറിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ടൂറിസം മന്ത്രിയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കൂ എന്ന് പറയാൻ കേന്ദ്രമന്ത്രിക്കും അവകാശമുണ്ട്. ഒന്നിനെ കാണുകയും ഒന്നിനെ കാണാതിരിക്കുകയും ചെയ്യുന്നത് മാധ്യമപ്രവർത്തനമല്ല. അതുകൊണ്ട് അത് മാത്രമല്ല,
ഈ പറയുന്ന വിമർശിക്കുന്ന ആളുകൾ തൗഫീഖ് ആലം എന്ന മാധ്യമ പ്രവർത്തകൻ, അയാൾ ഇപ്പോഴും ദില്ലിയിലുണ്ടല്ലോ മാധ്യമ പ്രവർത്തകനായിട്ട്, അയാൾ കാണിച്ചതിനെതിരെ ഒരു വാക്ക്, ഞാൻ മാ എന്ന് പറയുന്നില്ല, 2 അക്ഷരമുള്ളതുകൊണ്ട് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അപ്പോൾ അവരാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു BJPയുടെ ഏറ്റവും പോപ്പുലറായ നേതാവ്, പാർലമെൻറ്റിൽ മത്സരിച്ച് ജയിച്ചു, ജയിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തിട്ടും ജയിച്ചു. ഇനി എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ആക്ഷേപിക്കുക എന്ന തരത്തിലേക്ക് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് സുരേഷ് ഗോപിയും സുരേന്ദ്രനും രണ്ടായിട്ട് പറയുന്നു. സുരേഷ് ഗോപിക്കെതിരെ കേന്ദ്രത്തിൽ പരാതി കൊടുത്തു. സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തിൽ ഒരു വാചകം പോലും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഒരു ചാനലിൽ സുരേഷ് ഗോപിക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തു. മാത്രമല്ല, സുരേന്ദ്രൻ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് വ്യക്തി എന്നുള്ളതിലേക്ക് സ്വതന്ത്രമായി പറയാനുള്ള അവകാശം, വ്യക്തി എന്ന നിലയിലും നടൻ എന്ന നിലയിലും എന്താണ് സുരേന്ദ്രൻ പറഞ്ഞത്, അല്ല സുരേഷ് ഗോപിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഇല്ലില്ലില്ല. അങ്ങനെയാണ് അതിനെയൊക്കെ വളച്ചൊടിച്ച് ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ടാർണിഷ് ചെയ്യാമോ അതിനു വേണ്ടിയുള്ള അജണ്ട കൂടി മാധ്യമങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, മാധ്യമപ്രവർത്തനം സ്വതന്ത്രമായും നിർഭയമായും ആരോടും പ്രതിപത്തിയില്ലാതെയും നടത്തണം. നിങ്ങൾ ഇടവേള ബാബുവിനോട് ചോദിക്കുന്ന നിരന്തരം അതൊക്കെ എൻ്റെ കാലം കഴിഞ്ഞു. ഇടവേള ബാബുവിനോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ മമ്മൂട്ടിയോടും ചോദിക്കണം, കുഞ്ഞിക്കയോടും ചോദിക്കണം. പ്രിവിലേജ്ഡ് ക്ലാസ് എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ടാക്കിയെടുക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അത് അപകടകരമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ബൂമറാങ് പോലെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും വരില്ലേ? പിന്നെ അത് വരും. പിന്നെ ഈ മാധ്യമപ്രവർത്തകർ ഈ ചില പത്രസമ്മേളനങ്ങളിൽ ഒരാൾ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാം. കൊട്ടേഷൻ എടുത്തു. അത് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറയുന്ന കേട്ടില്ലേ, അത് ജഗദീഷ്, നിങ്ങൾ 5 ചോദ്യമായി ചോദിക്കുന്നു, ഇനി വേറെ ആരെങ്കിലും? അതെ. അല്ല, എനിക്ക് പൃഥ്വിരാജിൻ്റെ പത്രസമ്മേളനം പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടം വന്നു. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഗടാഗടിയന്മാരായ എൻ്റെ സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ എടുക്കുന്ന ഒരു സിനിമയുടെ സെറ്റിൽ എന്തെങ്കിലും നടന്നാൽ എനിക്ക് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കൺസേൺ ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ബ്രോഡ് ആഡി എന്ന് പറയുന്ന താങ്കളുടെ അവസാനം നിർമ്മിച്ച സിനിമയിൽ ഒരു പീഡന കേസ് നടന്നിട്ടില്ലേ എന്ന് ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനും നാവ് പൊന്തിയില്ല. മാത്രമല്ല, ആ പത്രസമ്മേളനത്തിൻ്റെ ഒരു കുഴപ്പം, ഹി വാസ് സ്പീക്കിംഗ് ഫ്രം എ ഹൈ പെഡസ്റ്റൽ. ഫുട്ബോൾ കളിക്കിടെ പറയാനെന്നുള്ള വ്യാജേനയാണല്ലോ ഇത് പറയാൻ വന്നത്. അപ്പോൾ വേറൊരു വലിയ പീഠത്തിൻ്റെ മുകളിൽ നിന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ഈ അടുത്തടുത്ത് ഉള്ള ഒരു സംസാരമാണ് മര്യാദയ്ക്ക് ഈ ചെയ്യേണ്ടത്, പ്രസ് ക്ലബിലോ അല്ലെങ്കിലോ ഒക്കെ. ഇത് ശരിക്കും അറേഞ്ച് ചെയ്താണ് ഒരു സംഗതി. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. അങ്ങനെ കേൾക്കാൻ കുറേ അടിമത്തൊഴിലാളികളുണ്ടല്ലോ ഇപ്പോൾ മാധ്യമത്തിൽ. പിന്നെ ഈ മാധ്യമ പ്രവർത്തകർ എന്ന കൂട്ടത്തിൽ ഈ നമ്മൾ അറിയപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധി അല്ലാത്ത ആളുകളും ഒരു ടാഗ് ഇട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകരെന്ന് പോകുമ്പോഴാണ് ആളുകളുടെ വായിരിക്കുന്ന തെറിയൊക്കെ കേൾക്കുന്നത്. വിനായകൻ പണ്ട് പറഞ്ഞതുപോലെ മെയിൻ സ്ട്രീമിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകയോട് വിനായകൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഇപ്പോഴും തല്ലും മാധ്യമ പ്രവർത്തകർ. അത് കേൾക്കാതെ പോയത് അല്ല, ഇപ്പം ഈ മറ്റു ചില ആളുകൾ, യമധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറഞ്ഞ ആൾ അപർണ കുറുപ്പിനോട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ട്. വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കിടന്നത് ധർമ്മജനെ വിളിച്ചു നിർത്തി ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് ധർമ്മജന് പറയാൻ അവസരം കൊടുക്കണ്ടേ? ധർമ്മജനോട് സംസാരിക്കുമ്പോൾ ഒരുമാതിരി മാധ്യമ പ്രവർത്തകർ ഒരുമാതിരി തൊട്ടി ഭാഷയിൽ സംസാരിക്കുക. വേറൊരു കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഗ്ലാമറുള്ള ഒരു ചോക്ലേറ്റ് നടനോട് ഭവ്യതയോടെ സംസാരിക്കുക. ഇത് കാണുമ്പോൾ ഏത് ധർമ്മജനും കുരുപൊട്ടും. സ്വാഭാവികമായും കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഞാൻ അടങ്ങി എന്ന് പറഞ്ഞ പോലെ ആ മാധ്യമ പ്രവർത്തകരോ അടങ്ങിയിട്ടുണ്ടാവും. ഞാൻ ധർമ്മജന്റെ കൂടെ അറിയാത്ത ഞാൻ അങ്ങയുടെ അഭിമാന സംഘടനയായ KUWJ ഇതിനെ അപലപിച്ച് ഇറക്കിയൊരു പ്രസ്താവന കണ്ടു ധർമ്മജനെതിരെ. ഞാൻ ഈ നാട്ടുകാരനല്ല, ഇടയ്ക്കൊക്കെ ഈ നാട്ടുകാരനാവുകയും ഇതിനെയൊക്കെ വിമർശിക്കുകയും ഒക്കെ നല്ലതാണ്. പണ്ട് P. കൃഷ്ണപിള്ള പാമ്പ് കടിച്ച് മരിക്കുന്നതിന് മുമ്പ് വിമർശനമുണ്ട്, ആത്മവിമർശനമില്ല എന്ന് എഴുതിയെന്നാണല്ലോ പാർട്ടി പറയുന്നത്. സ്വയം വിമർശനം. അതെ, ആത്മവിമർശനം ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ആത്മവിമർശനം ഈ AMMA എന്ന് പറഞ്ഞ സംഘടനയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ജനാധിപത്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, വേറെ ഒരാൾക്ക് നമ്മളെ എതിർക്കാനുള്ള അവകാശം കൂടിയൊക്കെ കൊടുക്കുക എന്നുള്ളതാണല്ലോ. എത്രയോ മെച്ചപ്പെട്ട ലോകമായിരുന്നേ. അതെ. അപ്പോൾ സുരേഷ് ഗോപിയെ മാധ്യമ പ്രവർത്തകർ ഇനിയും കൊല്ലും, സംശയമില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ SPG പ്രൊട്ടക്ഷൻ കൊടുത്താലോ?
ഞാൻ നോക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത് എനിക്കുള്ള വഴി എൻ്റെ അവകാശമാണെന്ന്, സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒക്കെ കാലമൊക്കെ ഓർമ്മ വന്നു, എൻ്റെ വഴി എൻ്റെ അവകാശം. ഈ ചുറ്റും SPG ആരെങ്കിലും ഇല്ലേ? SPG പറ്റത്തില്ല, അത് പ്രൈം മിനിസ്റ്റർക്ക് മാത്രമേ പറ്റൂ. എന്തെങ്കിലുമൊക്കെ ആവാമല്ലോ, XYZ സുരക്ഷയൊക്കെ ഇല്ലേ? ആരെങ്കിലും ചുറ്റും 3-4 പേരുണ്ടോയെന്ന് ഞാൻ നോക്കിയില്ല. ആരുമില്ല. ഏതോ ഹൂറി തൊട്ടൊരു പാവപ്പെട്ട BJP-കാരൻ കാണും മിക്കവാറും. മാത്രമല്ല അദ്ദേഹത്തിനാണെങ്കിൽ 6-ാം തീയതി മുതൽ ഒറ്റക്കൊമ്പൻ്റെ സെറ്റിൽ അഭിനയിക്കേണ്ടതാണ്. 6-ാം തീയതിക്ക് ഇനി അധികം ദൂരമില്ല. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മോഹൻലാലിനെ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പോൾ ഡയറക്ടറാണ് എപ്പോഴും മുകളിൽ നടൻ്റെ. അല്ല, മോഹൻലാൽ ചികിത്സയില്ല, അതിപ്പോൾ ആശുപത്രിയിലാണ്. അതിന് മുമ്പ് ബോംബെയിൽ ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെയായിരുന്നു എമ്പുരാൻ്റെ. അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. ഏതായാലും സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടെ. ശത്രുക്കൾ ഉണ്ടാവും. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കുമ്പോൾ എല്ലാവരോടും ഒരു തുല്യത ആവശ്യമാണ്. എല്ലാവരോടും ചോദ്യവും ചോദിക്കണം, വിമർശനവും വേണം. അതല്ലാതെ ഈ സെലക്റ്റീവ് ആകരുത്. സെലക്റ്റീവ് അംനേഷ്യ, രാഷ്ട്രപതി പറഞ്ഞ പോലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.